വഖഫ് ഭേദഗതി ബില്ലിലെ 14 ഭേദഗതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പ്രതിപക്ഷവുമായി തർക്കങ്ങൾ നിലനിൽക്കെയാണ് മന്ത്രിസഭ 14 ഭേദഗതികൾക്ക് അംഗീകാരം നൽകിയത്. ഇന്ത്യയിൽ മുസ്ലിം ചാരിറ്റബിൾ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ 44 മാറ്റങ്ങൾക്ക് കൂടി വഖഫ് ഭേദഗതി ബില്ലിൽ നിർദ്ദേശങ്ങളുണ്ട്. ബില്ലിന്റെ യഥാർത്ഥ കരടിൽ വ്യക്തമാക്കിയിരിക്കുന്നതുപോലെ 2 അമുസ്ലിം അംഗങ്ങൾ ബോർഡിൽ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിലവിലെ 14 മാറ്റങ്ങളിൽ ഉൾപ്പെടുന്നു. മറ്റൊരു പ്രധാന മാറ്റം ഒരു സ്വത്ത് വഖഫാണോ എന്ന് നിർണ്ണയിക്കുവാൻ ബന്ധപ്പെട്ട സംസ്ഥാനം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുക എന്നതാണ്. കരട് ബില്ലിൽ ഈ തീരുമാനം ജില്ലാ കളക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തേത്, സ്വത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തോളം കാലം മറ്റു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് വഖഫ് സ്വത്തായി നിലനിൽക്കും എന്നതാണ്. ഗവൺമെന്റിന്റെയോ തർക്കം നിലനിൽക്കുന്ന ഭൂമിയോ ആണെങ്കിൽ ഇത് ബാധകമാവില്ല. അതോടൊപ്പം ഓരോ വഖഫ് ബോർഡിലേക്കും മുസ്ലിം അല്ലാത്തവരെയും വനിതാ അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നതും ബില്ലിലുണ്ട്.